അതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളത്, ഏത് വഴിക്ക് പോകണം, എത്ര മണിക്ക് എത്തണം, എന്തോരം സമയം സ്പെൻഡ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആതിരപ്പള്ളിയിലേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കേണ്ടെങ്കിൽ ഒരു മുഴുവൻ ദിവസം മാറ്റി വയ്ക്കണം. അവിടെ ഒരു മുഴുവൻ ദിവസം സ്പെൻഡ് ചെയ്താലാണ് നമുക്ക് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് രണ്ട് വഴിക്ക് പോകാം. ഒന്ന് നോർത്ത് സൈഡിൽ നിന്ന് വന്നവർക്ക് ചാലക്കുടി തിരിഞ്ഞും പോകാം. അതല്ല സൗത്ത് സൈഡിൽ നിന്ന് വന്നവർക്കാണെങ്കിൽ അങ്കമാലിയിൽ വന്നിട്ട് കരയാമ്പറമ്പ് തിരിഞ്ഞ് മുന്നൂർപ്പള്ളി വഴിക്കും പോകാം. ഈ വഴിക്ക് പോകുമ്പോൾ മുന്നൂർപ്പള്ളി വഴിക്ക് പോകുമ്പോൾ എന്താ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റ ഇറക്കവും, പിന്നെ നമ്മൾ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് പോകണത്. അത് മാത്രമല്ല നമുക്ക് പുഴയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ല കാഴ്ച. ഇനി ചാലക്കുടി സൈഡാണെങ്കിൽ മൊത്തം മരങ്ങളായിരിക്കും ചുറ്റും. അപ്പോൾ കുറേ കൂടി നല്ല രസം എനിക്ക് തോന്നിയിട്ടുള്ളത് മുന്നൂർപ്പള്ളി വഴിക്ക് പോകുമ്പോഴാണ്. ഇനി നമ്മളവിടെ എത്ര മണിക്ക് എത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആതിരപ്പള്ളി എത്തുന്നതിന് മുമ്പ് നമുക്ക് കാണാനായിട്ട് തുമ്പൂർമൊഴി ചെക്ക് ഡാമുണ്ട്, അല്ലെങ്കിൽ പ്രകൃതി ഗ്രാമം തൂക്കുപാലം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ തൂക്കുപാലം എൻജോയ് ചെയ്യണം, അതേപോലെ തന്നെ ചെക്ക് ഡാം എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 9 മണിക്ക് അവിടെ എത്താണെങ്കിൽ ഒരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു 11 മണിയോടുകൂടി ആതിരപ്പള്ളിയിൽ എത്താം. ഇനി ആതിരപ്പള്ളിയിലേക്ക് നമ്മൾ പോകുമ്പോൾ സോളോ ആയിട്ട് പോയാലും കൂട്ടം കൂടി പോയാലും ആതിരപ്പള്ളി പുഴയിൽ കുളിക്കാൻ കരുതി വേണം പോകാനായിട്ട്. അപ്പോൾ അതിനുള്ള തോർത്തും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി അതും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളിയിലെത്തി ടിക്കറ്റ് എടുത്ത് പുഴയിൽ കുളിച്ച് അവിടെ നിന്ന് നമുക്ക് ഫുഡും കഴിച്ച് താഴെ വാട്ടർഫാൾസും കാണണം.